എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്തൊരു വിഷമം മുഖത്തുള്ളതിൽ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ പറഞ്ഞു. എന്തോ ഒരു വിഷമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലൂടെ. പേരെന്ന് പറയാമോ? അഹല്യ. ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി. അഹല്യ ഒരു ഫാമിലി പേഴ്സൺ ആണെന്ന് തോന്നുന്നു. വീട്ടുകാർ അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക, അതിനേക്കാളും കൂടുതൽ ഫാമിലിക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആളാണ്. യാത്രയെല്ലാം ഇഷ്ടമുണ്ടെങ്കിലും ടോപ്പ് പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുക്കുന്ന ഒരാളാണ്. എന്തോ ഒരു വിഷമം കടന്നു പോകുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എന്തോ ആയിക്കോട്ടെ. ജന്മനക്ഷത്രം അറിയാമോ? ഒന്ന് മനസ്സിലാലോചിക്കാമോ? ഓക്കെ, കൈ ഒന്ന് കിട്ടാമോ? വലത് കൈ ഒന്ന് കിട്ടാമോ? ഓക്കെ, ജസ്റ്റ് ഒന്ന്. അതിൽ ആദ്യത്തെ അക്ഷരം, മലയാളത്തിലെ അതിൽ ആദ്യത്തെ അക്ഷരം ഒന്ന് മനസ്സിലാലോചിക്കാമോ? ജന്മനക്ഷത്രത്തിലെ അഹല്യ അവിട്ട നക്ഷത്രമാണോ? ആണോ? അല്ലേ? ആണ്. ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഇങ്ങനെ ജന്മനക്ഷത്രം പറഞ്ഞിട്ട് എന്താ റിയാക്ഷൻ ഇല്ലാതെ? ഓക്കെ ഓക്കെ, ശരി. അഹല്യയുടെ എന്തോ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്നൊരു കാര്യം കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ട്. അഹല്യ ആളുകൾ വളരെ എന്താ പറയുക ഗൗരവത്തോടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെന്ന കാര്യമൊക്കെ പറയാറുണ്ട്. ശരിയല്ലേ? ഒന്ന് മൂത്ത് നോക്കാമോ? ആണ്. ഗൗരവത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്, വളരെ റാഷായിട്ട് പെരുമാറുന്നത്, അങ്ങനെ എന്തൊക്കെ ആരൊക്കെ പറയും. ചിലതും തെറ്റിദ്ധാരണ കൊണ്ടൊക്കെ ആയിരിക്കാം, നമ്മളെ ഉള്ളിലുള്ള എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. എങ്കിലും അത് കാരണം ഒരു തോന്നൽ ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ ക്യാരക്ടറിൽ എന്തോ ചേഞ്ച് വരുത്തണം, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് എപ്പോഴും പെരുമാറുന്നത്. അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? സീരിയസ് ആയി അങ്ങനെ പറയാറുണ്ട്. അത് മാറ്റണമെന്നൊരു ആഗ്രഹം, ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, പക്ഷെ മറ്റാരും പറയുന്നതായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറ്റമായിരിക്കും, ശരിക്കും ഉള്ളിൽ വേണമെങ്കിൽ മാത്രമേ മാറ്റാവൂ. ഇനി ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് ആ ഒരു വിഷമം ഇങ്ങനെ അലട്ടുന്നുണ്ട്. പറഞ്ഞപ്പോൾ കണ്ണ് പറഞ്ഞ പോലെ ആരെയും ഒരാൾ മിസ് ചെയ്യുന്നുണ്ട്. അതാണോ? അപ്പോൾ ഡെയിലി ലൈഫിൻ്റെ പാർട്ടായിട്ടിരുന്ന ഒരാൾ, അയാളെ ഇപ്പോൾ കാണാൻ പറ്റാത്തത് അങ്ങനെ എന്തോ ഒരു കാര്യമാണല്ലേ? ആരെയും ഒരാൾ, അതൊരു മെയിലാണ്, ഒരു പുരുഷനാണ്, അതൊരു ബ്ലഡ് റിലേഷനിലുള്ള ഒരാളാണ്. അതിൽ ബ്രദറിനെ മിസ് ചെയ്യുന്നുണ്ടോ? എന്താ? പുള്ളി അബ്രോഡാണ്. കുറച്ച് നാളായിട്ട് അങ്ങനെ ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റാത്ത അതിന്റെ. ഓക്കെ ഓക്കെ, ഇനി വിഷമങ്ങളൊക്കെ മാറട്ടെ, പോസിറ്റീവായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരോധം ഇല്ലല്ലോ? ഇല്ല. എനിവേ അഹല്യ, ഈ ഒരു വീഡിയോയിൽ ഭാഗമായതിന് പകരമായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. ഇതാണ് ആ ഗിഫ്റ്റ്. ഇനി അടുത്ത് എപ്പോഴാണ് വിഷമിക്കുന്നത്, ഭയങ്കരമായ വിഷമം ഉണ്ടാകുന്ന സമയത്ത്, സങ്കടം ഉണ്ടാകുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സമയത്ത്, അങ്ങനെ ഒരു സമയം വരുമ്പോൾ മാത്രം ഈ പേപ്പറിനെ കുറിച്ച് ഓർമ്മിക്കുക, ഈ പേപ്പർ തുറന്നു നോക്കുക. അല്ലാതെ എപ്പോൾ തുറന്നാലും ഇതിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് മനസ്സിലാവില്ല. വിഷമം വരുമ്പോൾ മാത്രം തുറന്നു നോക്കുക, അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാവും, അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.